അപ്പൊ നിങ്ങളുടെ ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ? ലൈറ്റിൽ എന്താ പഠിപ്പിച്ചേ? What is light? Energy. Okay. Light is a form of energy. Okay. Light is a form of energy. Light is a form of energy. Heat and the heat. Difference കാണല്ലോ, ഒരു വ്യത്യാസം പറയാമോ? Light is a form of energy. Heat is a form of energy. Sound is also a form of energy. Heat is a form of energy that we can feel. Light we cannot feel. Oh. Okay. Feel ചെയ്യാൻ പറ്റില്ല. Okay. Sound up. Feel ചെയ്യാൻ പറ്റുമോ? Feel ചെയ്യാൻ പറ്റില്ല. കേൾക്കാൻ പറ്റും. ചെവി വേണം. അപ്പൊ ഈ ഹീറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ എങ്ങനെയാ? സ്കിൻ വേണം. അപ്പൊ ലൈറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ലൈറ്റ് എന്താ പറയുന്നത്? Can we see light? Light is a form of energy that gives us a sensation. Gives us a sensation of vision. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഗീവ്സ് us the sensation of warmness എന്ന് പറയാൻ പറ്റും. സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഗീവ്സ് us a sensation of hearing എന്ന് പറയാൻ പറ്റും. അല്ലേ? ഓക്കെ, ഇപ്പൊ പറഞ്ഞതെല്ലാം എനർജിയാണ്. സൗണ്ട്, ലൈറ്റ്, ഹീറ്റ് ഇതെല്ലാം എനർജിയാണ്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഗീവ്സ് us a sensation of vision. പക്ഷേ always remember that we cannot see light. Light will help us to see other objects only. Light itself is not visible. Light itself is not visible. Light is visible അല്ലേ? നമുക്ക് കാണുമ്പോൾ ഇത് ലൈറ്റ് അല്ലേ? ഏതാണ് കണ്ടേ? എന്താണ് അത്? ലൈറ്റ് അല്ലല്ലോ, അത് സോഴ്സ് ഓഫ് ലൈറ്റ് അല്ലേ? നീ കാണിച്ചു തരുന്ന ബൾബ് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. ദാറ്റ് ഈസ് നോട്ട് ലൈറ്റ്. ഈ സോഴ്സ് ഓഫ് ലൈറ്റ് കാണാം. വി ക്യാൻ സീ സോഴ്സ് ഓഫ് ലൈറ്റ്. വി ക്യാൻ സീ സോഴ്സ് ഓഫ് ലൈറ്റ്, ബട്ട് ഐ സെഡ് ലൈറ്റ് ഇറ്റ്സെൽഫ് ഈസ് നോട്ട് വിസിബിൾ. ഞാൻ ചോദിക്കട്ടെ, ഒരു ലാമ്പ് ഉണ്ട്, ഇലക്ട്രിക് ലാമ്പ് ഉണ്ട്. അവിടെ നിന്ന് ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈനാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നു. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ആ ഫാക്ടിനെ നമ്മൾ പറയുന്നത് റെക്ടിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്നാണ്. ഓർക്കുന്നില്ലേ? rectilinear propagation of light. This is one of the phenomena which we have learned in the beginning. Rectilinear propagation of light. That means light travels in a straight line. Light travels in a straight line. Okay. അപ്പോൾ ലൈറ്റ് ഇവിടെ ബൾബുണ്ട്. ആ ബൾബിൽ നിന്ന് ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇങ്ങനെ ബൾബിനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണോ? ഇവിടെ ലൈറ്റ് ഉണ്ടെന്ന് ഇതിൽ പോകുന്നുണ്ടെന്നേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എനിക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ വേണമെങ്കിൽ ഒരു പണി ചെയ്യാം. ഇവിടെ ഡസ്റ്റർ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഡസ്റ്റർ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ തട്ടുവാണെങ്കിൽ ഇങ്ങനെ ലൈറ്റിന്റെ പാത്ത് കാണാൻ പറ്റും. ഇപ്പൊ വിൻഡോയുടെ ലൈറ്റ് വരുവാണെങ്കിൽ കുറച്ച് പൊടിയൊക്കെ എന്താ വല്ല പില്ലോ ഒക്കെ എടുത്തിട്ട് അതിനോട് തട്ടുവാണെങ്കിൽ പില്ലോയിൽ നിന്ന് ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരും. ആ ലൈറ്റിന്റെ പാത്ത് കാണാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? ലൈറ്റിന്റെ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ആ പാർട്ടിക്കിൾസ് ആണ് കാണുന്നത്. ആ ലൈറ്റിന്റെ പാത്തിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനാണ് കാണുന്നത്. ലൈറ്റ് ഇറ്റ്സെൽഫ് ഈസ് നോട്ട് വിസിബിൾ. ലൈറ്റ് വിൽ ഹെൽപ്പ് us to see other objects. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി ലൈറ്റ് സഹായിക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. വെൽ, അപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഈ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് നമ്മളെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ പറയും. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട്
ഒരു ഈ സ്ട്രെയിറ്റ് ലൈൻ പറയുന്നത് ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് സ്കെയിൽ ഉപയോഗിക്കണം. ചില പിള്ളേരൊക്കെ ഉണ്ടേ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും, എന്നിട്ട് ഇങ്ങനെ ഇടും. അങ്ങനെ വരയ്ക്കണ്ട, അത് ചില ടീച്ചേഴ്സും അങ്ങനെയൊക്കെ കാണിക്കും. അത് ശരിയല്ല. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ വി വിൽ യൂസ് അവർ റൂളർ ആൻഡ് വി വിൽ മേക്ക് ദ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ് ആൻഡ് വൺ ആരോ ഹെഡ്, ഒരു ഹെഡ് കൊടുക്കും, ആരോ ഹെഡ് കൊടുക്കും. ഇതാണ് എന്ത്? Okay, very good, very good. Ray of light, that is ray of light. So ray of light എന്ന് പറഞ്ഞാൽ എന്താണ്? What is ray of light? A single പറഞ്ഞു. ഞാൻ പറയാം. ഞാൻ ഇത്ര ഉദ്ദേശിച്ചുള്ളൂ. A ray of light എന്ന് വെച്ച് കഴിഞ്ഞാൽ the path along which light travels is represented by a straight line with an arrowhead. That is called ray of light. ഈ ray of light ആണ് ray of light ആണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ദേ ഒരു ray of light ഒരു പോറണ്ട വരയ്ക്കാൻ പോയിട്ട് അടുത്ത് തന്നെ ഒരെണ്ണം വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ കുറെ ray of lights ഉണ്ട്. അപ്പൊ പേര് മാറി. ഗ്രൂപ്പ് ഓഫ് റേസിന് നമ്മൾ വേറെ പേരിട്ടു. എന്താ പേര്? ഓക്കെ, സോ വാട്ട് ഹാവ് ഡൺ റൈറ്റ് നൗ ഈസ് എ ബീം ഓഫ് ലൈറ്റ്. ഇത് ബീം ഓഫ് ലൈറ്റ് ആണല്ലേ. ഇതിന്റെ അകത്ത് ഈ റേസ് എല്ലാം പാരലൽ ആണ്. ദീസ് റേസ് ആർ പാരലൽ ടു വൺ അനദർ. സോ ഐ ക്യാൻ കോൾ ഇറ്റ് വാട്ട്? കേട്ടിട്ടുണ്ടോ? പാരലൽ ബീം ഓഫ് ലൈറ്റ്. ദാറ്റ് ഈസ് പാരലൽ ബീം ഓഫ് ലൈറ്റ്. അപ്പൊ ഓർക്കണുണ്ട്. ഓക്കെ, ഇതാണ് പാരലൽ ബീം ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ കൺവെർജന്റ് എങ്ങനെയായിരിക്കും? ഓക്കെ, ഞാൻ പാരലൽ മാറ്റാൻ പോവാണ്. ആ കൺവെർജന്റ് ബീം ഓഫ് ലൈറ്റ് ഒന്ന് എക്സ്പ്രസ് ചെയ്യാമോ നിന്റെ വാക്കുകളിലൂടെ? എങ്ങനെ ഞാൻ വരയ്ക്കണം? കൺവെർജന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മറ്റൊരു ബീം ഓഫ് ലൈറ്റ് ഞാൻ വരയ്ക്കാം. അത് കൺവെർജന്റ് ആണോ ഡൈവെർജന്റ് ആണോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇത് കൺവെർജന്റ് ബീം ആണോ ഡൈവെർജന്റ് ബീം ആണോ? അല്ല, ഇത് കൺവെർജന്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് റേസ് ആർ കമ്മിങ് ടു വൺ പോയിന്റ്. ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഈ റേസ് എല്ലാം വരിക. ഇത് കൺവെർജന്റ് ആണ്. ദിസ് ഈസ് കൺവെർജന്റ് ബീം ഓഫ് ലൈറ്റ്. കൺവെർജന്റ് ബീം. ഓക്കെ, എന്നാ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഡൈവേർജന്റ് എന്ന് പറയും. Divergent beam of light. Okay. അപ്പോ എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലൈറ്റ്? Light is a form of energy that gives us a sensation of vision. Very good. Okay. എന്നാലും ഈ സാധനം സെൻസേഷൻ ഓഫ് വിഷൻ ഒക്കെ തരും സമ്മതിച്ചു. പക്ഷേ ഇത് എന്താണ് സാധനം? എന്താ ഇത്? വാട്ട് ഈസ് ദാറ്റ്? അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു സയന്റിസ്റ്റ് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഐസക് ന്യൂട്ടൺ. അറിയോ സർ? ഐസക് ന്യൂട്ടൺ. ഈ ഐസക് ന്യൂട്ടൺ പറഞ്ഞു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞു സ്മോൾ പാർട്ടിക്കിൾസ് എന്ന് മാത്രമല്ല, സ്മോൾ ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ്. ഇപ്പൊ ഒരു ക്യാൻഡിൽ ആണെന്നിരിക്കട്ടെ. ഈ ക്യാൻഡിൽ ആണെങ്കിൽ ഈ ഇതിന്റെ ഇവിടെ നിന്ന് ആ സ്മോൾ ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകും. ഓ, ജസ്റ്റ് ലൈക്ക് റബ്ബർ ബോൾ പോലെ ഓർത്താൽ മതി. കുഞ്ഞ് റബ്ബർ ബോൾ ഓർക്കാൻ പറ്റുമോ? അതെ, ലൈറ്റ് എനർജിയാണ്. ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ആ ഫ്ലെയിം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് പോകുന്ന ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ ലൈറ്റ് കാണാൻ പറ്റില്ല. ഈ ലൈറ്റ് വല്ലോട്ട് തട്ടി കഴിഞ്ഞിട്ട് ഒരു കാര്യം സംഭവിക്കും. അതാ ഞാൻ പറയാൻ പോണത്. നമ്മുടെ ഇത് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് എന്നല്ല പറഞ്ഞേ, അതിന് പേരൊക്കെ കൊടുത്തു, കോർപ്പസ്കൾ. ഞെട്ടണ്ട കേട്ടോ, ഞെട്ടണ്ട, വെറുതെ പറഞ്ഞേ. എന്ത് പാർട്ടിക്കിൾസാ? ഇലാസ്റ്റിക് ആണേ.
അപ്പൊ ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് വെല്ലോടത്ത് നിന്ന് തട്ടുവാണെങ്കിലേ ഒരു എവിടെയെങ്കിലും പോയി തട്ടിന്നിരിക്കട്ടെ, ഒരു റബ്ബർ ബോൾ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ പറ്റും, തിരിച്ചു വരും. അപ്പൊ ലൈറ്റ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് ആണെങ്കിൽ ലൈറ്റ് തട്ടിയാലും തിരിച്ചു വരുമല്ലോ. അതിന് പറയുന്ന പേരാണ് എന്ത്? റിഫ്ലക്ഷൻ. എന്താ റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? The returning of light to the original medium after striking a surface is called reflection. ഇപ്പൊ ലൈറ്റ് ഇവിടെയുള്ള ബൾബിൽ നിന്നുള്ള ലൈറ്റ് എന്റെ മേത്ത് തട്ടിയിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ചെയ്യുന്നു കേട്ടോ. ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് നിന്റെ കണ്ണിലെത്തുമ്പോൾ നിനക്ക് തന്നെ കാണാൻ പറ്റും. ഈ ലൈറ്റ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ മഹാന്റെ പേരെന്താ? ആ, പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ലൈറ്റിന്റെ റെക്ടിലിനിയർ പ്രൊപ്പഗേഷൻ, ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് ഐസക് ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. റിഫ്ലക്ഷൻ ഒക്കെ വെരി വെൽ, നന്നായിട്ട് ഐസക് ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ ലൈറ്റിന്റെ ചില കാര്യം പറയുമ്പോണ്ടല്ലോ, ലൈറ്റിന് വേറെ ഉണ്ട് ഫിനോമിന. ഏതെങ്കിലും അത് വേറെ ഏതെങ്കിലും ഫിനോമിന അറിയാമോ ലൈറ്റിന്റെ? റിഫ്ലക്ഷനും റെക്ടിലിനിയർ പ്രൊപ്പഗേഷനും റിഫ്ലക്ഷനും ഉണ്ടാകും, അല്ലാതെ വേറെ എന്തെങ്കിലും അറിയാമോ? ഈ ലൈറ്റ് ഇങ്ങനെ ഏരിയയുടെ പോകുന്നത്, ലൈറ്റ് ഇങ്ങനെ ഏരിയയുടെ പോകണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കണം മോശമല്ലേ? അപ്പൊ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൽ ലൈറ്റ് ഇങ്ങനെ പോവാണ്, നമ്മുടെ പാർട്ടിക്കിൾസ് അതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പോവാണ്. ഐസക് ന്യൂട്ടൺ പറഞ്ഞനുസരിച്ച് ഇങ്ങനെ ഏറിയത് വാട്ടറിലേക്ക് ഏറിയിരിക്കട്ടെ. ഇവിടെ വാട്ടർ സർഫസ് ആണ് കേട്ടോ, ഇത് വാട്ടറിന്റെ സർഫസ് ആണ്. എക്സ് വൈ എന്ന് ഞാൻ വരച്ചിരിക്കുന്ന എക്സ് വൈ എന്നാണ് സർഫസ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ ഇത് പാർട്ടിക്കിൾസ് ആണെങ്കിൽ, ഇങ്ങനെ സ്മോൾ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഇങ്ങനെ 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 വന്നിട്ട് ഇങ്ങനെ 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 പോയാൽ പോലെ അതിന്റെ ഇവിടെ വെച്ചിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഇത് ബെൻഡ് ചെയ്യും, ലൈറ്റ് ബെൻഡ് ചെയ്യും. അപ്പൊ അത് അങ്ങനെ ഒരു ഫിനോമിനൻ ഉണ്ട്, അതിന് റിഫ്രാക്ഷൻ എന്ന് പറയും. നമ്മളത് പഠിക്കും, അത് പഠിക്കും. പിന്നെ വേറെ പ്രശ്നമുണ്ട്, ഈ ലൈറ്റ് ഇങ്ങനെ ഈ പ്രിസത്തിന്റെ അകത്തോടെ കയറി പോവാണെങ്കിൽ ഉണ്ടല്ലോ, പ്രിസം കണ്ടിട്ടുണ്ട്, പ്രിസം ട്രയാങ്കുലർ പ്രിസം, അതിനകത്തോടെ ലൈറ്റ് പോവുകയാണെങ്കിൽ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടാവും, 7 കളേഴ്സ്. ആ പ്രിസം പോലെയാണല്ലോ നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പ്രിസം പോലെ ആക്ട് ചെയ്യും. അപ്പൊ അതിപ്പോ 7 കളേഴ്സ് ഉണ്ടാവും, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. പിള്ളേരൊക്കെ ഓർത്തിരിക്കുന്നത് ഇങ്ങനെയാ, വിബ്ജിയോ. ആ ചില പിള്ളേര് തിരിച്ചു ഓർക്കും കേട്ടോ, റോയ് ജി ബി വി എന്ന് അങ്ങനെ ഓർക്കാം. ഓക്കെ, വിബ്ജിയോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. അപ്പൊ അതല്ലല്ലോ നമ്മളിപ്പോ പഠിപ്പിക്കണേ. ഞാൻ പറയത് ലൈറ്റിന് അങ്ങനെ ഡിസ്പേർഷൻ എന്നുള്ള ഫിനോമിന ഉണ്ട്. ഈ ലൈറ്റ് ഇങ്ങനെ ചിലപ്പോ ഈ ബ്ലേഡ് ഒക്കെ ഉണ്ടല്ലോ, ബ്ലേഡ് മനസ്സിലേക്ക് വന്നോ? ബ്ലേഡ് ഈ ബ്ലേഡിന്റെ ഈ എഡ്ജില്ലേ, ആ എഡ്ജിലൊക്കെ തട്ടുവാണെങ്കിൽ ലൈറ്റ് പിന്നെയും ശകലം വളഞ്ഞിട്ടേ പോകുള്ളൂ. നമ്മുടെ ഡിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിന. അപ്പൊ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, ഡിഫ്രാക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഐസക് ന്യൂട്ടന്റെ തിയറി പറ്റത്തില്ല, കോർപ്പസ്കുലർ തിയറി പറ്റത്തില്ല. അപ്പോ വേറെ ഒരു സയന്റിസ്റ്റ് പറഞ്ഞു ലൈറ്റ് എന്നുള്ളത് വേവ് ആണ്. വേവിനെ കുറിച്ച് അറിയാലോ? വാട്ട് ഈസ് വേവ്? വെരി ഗുഡ്. ഡിസ്റ്റർബൻസ്. Disturbance that travels in the medium without the actual transference of medium particles. ഓക്കെ, അപ്പൊ വേവ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഐസക് ന്യൂട്ടൺ പറഞ്ഞില്ലേ കോർപ്പസ്ക്യൂൾസ് ആണ്. അപ്പൊ പറഞ്ഞത് ഐസക് ന്യൂട്ടൺ ആണെങ്കിൽ ആരും അത് എതിർക്കാനൊന്നും തയ്യാറല്ല. എനിവേ പിന്നീട് വേറൊരു സയന്റിസ്റ്റ്, ഹിസ് നെയിം ഈസ് യങ്, വേറൊരു സയന്റിസ്റ്റ് ഇത് പ്രൂവ് ചെയ്തു. എന്ത്? ലൈറ്റ് വേവ്സിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്നു പ്രൂവ് ചെയ്തു. അങ്ങനെ ലൈറ്റിന്റെ നമ്മുടെ തിയറി, ആദ്യം പറഞ്ഞ തിയറി കോർപ്പസ്കുലർ തിയറി മാറിയിട്ട് വേവ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി വന്നു കേട്ടോ. എന്നിട്ടും ലൈറ്റിന്റെ പിന്നെയും ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ലൈറ്റിന് വേറൊരു രസകരമായ സംഭവം ഉണ്ട്. ഈ ലൈറ്റ് ചില മെറ്റൽസിൽ തട്ടി കഴിയുമ്പോൾ, ലൈറ്റ് വന്നിട്ട് ചിലയിടത്ത് വീണ് കഴിയുമ്പോൾ, വല്ല മാറ്ററില് ചില സർഫസിൽ തട്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. When light falls on the surface of some metals like sodium, electrons will be emitted from the surface. ഈ ലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, ഈ ഫിനോമിനയ്ക്ക് പറയുന്ന പേര് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആണ്. എന്താണ്?
ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നുള്ള ഈ ഫിനോമിന നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വേവ് തിയറിക്കും പറ്റിയൊന്നുമില്ല. അപ്പോ നമ്മുടെ ഒരു സയന്റിസ്റ്റ്, അത് നമ്മുടെ ആ സയന്റിസ്റ്റ് ഇല്ലേ, E=mc² എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ജീനിയസ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ലൈറ്റ് എന്നുള്ളത് പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടി കാണിക്കും എന്ന് പറഞ്ഞു. ഒരു പേരെ കിട്ടു, ഫോട്ടോൺ. ഫോട്ടോൺ കേട്ടിട്ടുണ്ടോ ഈ പേര് എവിടെയെങ്കിലും? ലൈറ്റ് എന്നുള്ള എനർജി പാക്കറ്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ അങ്ങനൊരു സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലൈറ്റ് എന്നുള്ള സാധനം ആദ്യം പാർട്ടിക്കിളാന്ന് പറഞ്ഞത് തെറ്റിപ്പോയി, വേവ് ആന്നൊക്കെ പറഞ്ഞില്ലേ. അവസാനം ഈ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മള് ലൈറ്റിന്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി എടുക്കേണ്ട വന്നു. ഓക്കെ, ഇപ്പൊ സംഭവം പറഞ്ഞു വെച്ചിരിക്കുന്നത് ലൈറ്റിന് ഇപ്പൊ ഡ്യുവൽ നേച്ചർ ഉണ്ടെന്നാ. ലൈറ്റ് വേവിന്റെ സ്വഭാവം കാണിക്കും, ലൈറ്റ് പാർട്ടിക്കിളിന്റെ സ്വഭാവം കാണിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പുസ്തകത്തിൽ ഉള്ള സംഗതി തന്നെയാണ് കേട്ടോ, ഇവിടെ ഉള്ളതൊക്കെ തന്നെ ഞാൻ പറഞ്ഞേ. ഞാൻ കംപ്ലീറ്റ് ഇല്ലാത്തതല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ ഒരു ഹിന്റ് തന്നതേ ഉള്ളൂ. ഓക്കെ, വെൽ, അതിനടുത്ത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. നമ്മുടെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന്റെ ഡെഫിനേഷൻ ഒന്നുകൂടെ പറഞ്ഞേ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് രണ്ട് ലോസ് ഒബേ ചെയ്യും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അതുണ്ട്. അതോടൊപ്പം തന്നെ അതിന് വേറൊരു സാധനം ഉണ്ട്, അത് പറയൂ. അത് തെറ്റിപ്പോയില്ലേ? എന്തൊക്കെയാണ്? ഇൻസിഡന്റ് റേ, ഇൻസിഡന്റ് റേ, പിന്നെ എന്തായിരുന്നു? The reflected ray and the normal at the point of incidence. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് തന്നെ പഠിക്കണേ. Lie in the same plane. ഇതാണല്ലോ normal to what? Normal to the surface or normal to the reflecting surface. ഇതാണ് to reflecting surface. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ഇതാണ് to incident ray. ഓക്കെ, ഇൻസിഡന്റ് റേ ഏത് പ്ലെയിനിലാ? ഈ ബോർഡിന്റെ പ്ലെയിനില്. ഈ ബോർഡിന്റെ ഈ സർഫസിലാണ് ഇൻസിഡന്റ് റേ എന്നിരിക്കട്ടെ. അപ്പൊ നോർമൽ ഞാൻ വരയ്ക്കുമ്പോൾ നോർമൽ ടു വാട്ട്? നോർമൽ ടു ദി സർഫസ്. സർഫസിനെ ഞാൻ എ ബി എന്ന് വിളിക്കട്ടെ. എ ബി ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. എ ബി ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഞാൻ അവിടെ ഒരു നോർമൽ ഉണ്ടാക്കി. എവിടെ? ഈ പോയിന്റില്. ഈ പോയിന്റ് എ ബിക്ക് നോർമൽ. ഐ ഡ്രൂ വൺ നോർമൽ ടു എ ബി. ഓക്കെ, ഐ ഡ്രൂ വൺ നോർമൽ ടു എ ബി. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ദിസ് ആംഗിൾ 90 ഡിഗ്രി ആണ്. ഞാൻ ഇതിന്റെ പേര് കൊടുക്കട്ടെ, ON. ON എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ വാട്ട് ഈസ് ON? Normal at the point of incidence. This ON is perpendicular to AB. What is O? Point of incidence. Point of incidence. ഞാൻ ഇതിന് AB എന്നുള്ള പേര് മാറ്റാൻ പോകുന്നത് XY എന്നാക്കാൻ പോകും. അത് XY ആയിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഈ റേക്ക് നമുക്ക് A എന്ന് പേര് കൊടുക്കാം. ഓക്കെ, പിന്നെ പറയാം. AO. What is AO? No, my dear. AO is incident ray. AO is incident ray. ON is normal at the point of incidence. Okay. ഇനി റിഫ്ലക്റ്റഡ് റേ, ഇവിടെ നിന്ന് റേ റിഫ്ലക്ട് ചെയ്യല്ലോ, തിരിച്ചു പോകുമല്ലോ. തിരിച്ചു പോകുമ്പോ AO ഏത് പ്ലെയിനിലാണ്? ഈ ബോർഡിന്റെ പ്ലെയിനിലാണ്. ON എവിടെയാണ്? അതും ഈ ബോർഡിന്റെ പ്ലെയിനിൽ തന്നെയാണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ബോർഡിന്റെ സർഫസ് തന്നെയാണ്. ഇനി
റിഫ്ലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും? ഈ ബോർഡിന്റെ പ്ലെയിനിൽ തന്നെ റിഫ്ലക്ട് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ റിഫ്ലക്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നിന്റെ അടുത്തേക്ക് വരത്തില്ല. ഈ എയോയും ONഉം ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിനിൽ തന്നെ ആയിരിക്കും എന്ത് OBയും. അടുത്തോ? വേണമെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഒന്നും കൂടെ പറയാം. ഒന്നും കൂടെ ഞാൻ പറയാം അടുത്ത ദിവസം തുടങ്ങാം. ഇവിടെ തീരാറായി, സമയം തീരാറായി. അപ്പൊ ഈ ആംഗിളിന് ഒരു പേരുണ്ട്. ഈ ആംഗിൾ AON ഒരു പേരുണ്ട്. എന്താ പേര്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതിനൊരു പേരുണ്ട്. എന്താ പേര്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ രണ്ടാമത്തെ ലോ, സെക്കൻഡ് ലോ പറയുന്നത് ഇതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ രണ്ട് ലോസും പഠിക്കണേ. ആ ലോസ് ഞാൻ രണ്ടാമത്തെ ലോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്നും കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണെന്ന് വ്യക്തമായ ഒരു ഐഡിയ വേണം. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പറഞ്ഞില്ല, ഒരു ചെറുതായിട്ട് നമ്മൾ പറഞ്ഞുള്ളൂ. നമ്മൾ എന്താ പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്തോർത്ത് പറഞ്ഞേ. ലൈറ്റ് എന്താന്ന് പറഞ്ഞു. നമ്മുടെ ബേസിക് ഡെഫിനേഷൻ ഉണ്ട്. ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഗിവ്സ് എ സെൻസേഷൻ ഓഫ് വിഷൻ. തൽക്കാലം അത്രയും മതി. ലൈറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ എന്നോട് പറയണമെന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് റിഫ്ലക്ഷന്റെ ഡെഫിനേഷൻ പറഞ്ഞു. The return of light to the original medium after striking a surface is called reflection. പിന്നെ രണ്ട് ലോസ് പറഞ്ഞു അല്ലേ. ഈ ലോസ് നമുക്ക് കൂടുതൽ പഠിക്കണം, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ബീം എന്നാന്ന് പറഞ്ഞു. എന്താ ബീം? ബീം ഓഫ് ലൈറ്റ്. ബണ്ടിൽ ഓഫ് റേസ്. എ ഗ്രൂപ്പ് ഓഫ് റേസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഗ്രൂപ്പ് ഓഫ് റേസ്. ഓക്കെ, ബണ്ടിലായിക്കോട്ടെ, കുഴപ്പമില്ല. ഗ്രൂപ്പ് ഓഫ് റേസ്. 3 ടൈപ്സ് ഓഫ് ബീം ഉണ്ടെന്ന് പറഞ്ഞു.